വില്ലേജ് ലൈറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ സ്നേഹിതർക്കും സ്വാഗതം. ആചാര്യ ചാണക്യൻ്റെ കാഴ്ചപ്പാടിൽ പരസ്ത്രീഗമനം വരുത്തിവെക്കുന്ന 9 ദോഷങ്ങൾ. മനുഷ്യബന്ധങ്ങളുടെയും ധർമ്മശാസ്ത്രത്തിൻ്റെയും ആഴമേറിയ ലോകം നമുക്ക് മുന്നിൽ തുറന്നു തന്ന മഹാത്മാവാണ് ആചാര്യ ചാണക്യൻ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരുവൻ്റെ ജീവിതത്തെയും സമൂഹത്തെയും ഒരുപോലെ തകർക്കാൻ ശേഷിയുള്ള ഒരു മഹാവിപത്താണ് പരസ്ത്രീഗമനം. ഈ പ്രവൃത്തി കേവലം ശാരീരികമായ ഒരു അതിക്രമം മാത്രമല്ല, മറിച്ച് ഒരു വ്യക്തിയുടെ ആത്മാവിനെയും സ്വഭാവത്തെയും നശിപ്പിക്കുന്ന ഒരു ദോഷമാണ്. ഒരുവന്റെ സൽപ്പേര്, സമ്പത്ത്, ആത്മാഭിമാനം, കുടുംബം എന്നിവയെല്ലാം ഈ ഒരൊറ്റ ദുശീലം കൊണ്ട് ഇല്ലാതാകുമെന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഓരോ കാലഘട്ടത്തിലും പ്രസക്തമാണ്. ഈ വിഷയത്തിൽ ചാണക്യൻ ചൂണ്ടിക്കാട്ടിയ 9 പ്രധാന ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഒന്നാമതായി, ധാർമ്മികമായ തകർച്ചയും വ്യക്തിപരമായ നാശവും. ചാണക്യൻ്റെ കാഴ്ചപ്പാടിൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് അവൻ്റെ ധാർമ്മിക മൂല്യങ്ങളാണ്. സത്യസന്ധത, വിശ്വസ്തത, സ്നേഹം എന്നിവയെല്ലാം ചേർന്നുണ്ടാകുന്ന ഈ മൂല്യങ്ങളാണ് ഒരുവനെ സമൂഹത്തിൽ ഉയർത്തി നിർത്തുന്നത്. എന്നാൽ പരസ്ത്രീഗമനം ഈ ധാർമ്മിക മൂല്യങ്ങളെ പൂർണ്ണമായും നശിപ്പിക്കുന്നു. ഈ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ഒരുവൻ മനഃപൂർവ്വം സ്വന്തം ജീവിത പങ്കാളിയെ വഞ്ചിക്കുന്നു. ഈ വഞ്ചനയുടെ ഭാരം അവൻ്റെ മനസ്സിനെ എപ്പോഴും വേട്ടയാടുകയും ആത്മാഭിമാനം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. ക്രമേണ അവൻ്റെ ചിന്തകളും പ്രവൃത്തികളും അധാർമികതയുടെ വഴിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നു. ഇതൊരു വ്യക്തി എന്ന നിലയിൽ അവൻ്റെ പൂർണ്ണമായ നാശത്തിലേക്ക് നയിക്കും. സ്വന്തം വിവേകത്തെയും വികാരങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്ന ഒരു അവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേരുന്നു. രണ്ടാമതായി, കുടുംബ ബന്ധങ്ങളുടെ തകർച്ച. കുടുംബം എന്ന സ്ഥാപനത്തെ ഒരു കോട്ട പോലെയാണ് ചാണക്യൻ കണ്ടിരുന്നത്. അതിൻ്റെ ഭദ്രതയാണ് ഒരു വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും നിലനിൽപ്പിന് അടിസ്ഥാനം. പരസ്ത്രീഗമനം ഈ കോട്ടയുടെ അടിത്തറ ഇളക്കുന്നു. ഭാര്യാഭർത്താക്കന്മാർക്കിടയിലുള്ള വിശ്വാസവും സ്നേഹവും ഇല്ലാതാക്കുന്നു. ഒരു കാലത്ത് പരസ്പരം താങ്ങും തണലുമായി നിന്നവർ പിന്നീട് മാനസികമായി അകലാൻ തുടങ്ങും. ഈ അകൽച്ച തർക്കങ്ങൾക്കും വഴക്കുകൾക്കും ഒടുവിൽ വിവാഹമോചനത്തിനും കാരണമാകും. കുട്ടികളുള്ള കുടുംബങ്ങളിലാണ് എങ്കിൽ ഈ പ്രശ്നങ്ങൾ അവരുടെ മാനസികാരോഗ്യത്തെയും ഭാവിയെയും ഗുരുതരമായി ബാധിക്കും. സ്നേഹവും സുരക്ഷയും ലഭിക്കേണ്ട ഒരിടത്ത് കുട്ടികൾക്ക് അരക്ഷിതാവസ്ഥ അനുഭവപ്പെടും. മൂന്നാമതായി, സാമ്പത്തികമായ നാശം. പരസ്ത്രീഗമനം ധാർമ്മികവും മാനസികവുമായ ദോഷങ്ങൾ മാത്രമല്ല വരുത്തിവെക്കുന്നത്, മറിച്ച് കടുത്ത സാമ്പത്തിക നഷ്ടങ്ങൾക്കും കാരണമാകും. അവിഹിത ബന്ധങ്ങൾ നിലനിർത്തുന്നതിനായി വലിയ തുകകൾ ചിലവഴിക്കേണ്ടി വരും. രഹസ്യബന്ധങ്ങൾക്കായി ദൂർത്തടിക്കുന്ന പണം ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെപ്പോലും ഇല്ലാതാക്കും. കൂടാതെ ഈ ബന്ധങ്ങൾ പുറത്തറിയുമ്പോൾ അത് വിവാഹമോചനത്തിലേക്കും തുടർന്ന് നിയമപരമായ ചിലവുകളിലേക്കും നയിക്കും. ഭീമമായ തുകകൾ കോടതി വ്യവഹാരങ്ങൾക്കായി ചിലവഴിക്കേണ്ടി വരും. സമ്പത്തിനെക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന ചാണക്യൻ ഈ ദോഷം ഒരു വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും സമ്പത്തിനെ പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചു. നാലാമതായി, സമൂഹത്തിൽ ഒറ്റപ്പെടലും സൽപ്പേര് നഷ്ടപ്പെടലും. ഒരു വ്യക്തിയെ സമൂഹം ബഹുമാനിക്കുന്നത് അവൻ്റെ നല്ല സ്വഭാവത്തിൻ്റെയും സൽപ്രവർത്തികളുടെയും അടിസ്ഥാനത്തിലാണ്. ഒരുവന്റെ സൽപ്പേര് നേടിയെടുക്കാൻ വർഷങ്ങൾ വേണ്ടിവരുമെങ്കിലും ഒരു നിമിഷത്തെ തെറ്റുകൊണ്ട് അത് പൂർണ്ണമായി ഇല്ലാതാകുമെന്ന് ചാണക്യൻ പറയുന്നു. പരസ്ത്രീഗമനം പോലുള്ള ഒരു ദുശീലം പുറത്തറിയുമ്പോൾ ആ വ്യക്തിക്ക് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടൽ നേരിടേണ്ടി വരുന്നു. സുഹൃത്തുക്കളും ബന്ധുക്കളും അവനിൽ നിന്ന് അകന്നു നിൽക്കും. ആളുകൾ അവനെ അവജ്ഞയോടെ കാണാൻ തുടങ്ങും. ഒരു കാലത്ത് മാതൃകാപുരുഷനായിരുന്ന ഒരാൾ
സമൂഹത്തിൻ്റെ മുന്നിൽ നാണം കെട്ട് തലതാഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ വരും. ഈ അവസ്ഥാവിശേഷം ഒരു വ്യക്തിക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. അഞ്ചാമതായി ആത്മവിശ്വാസം നഷ്ടപ്പെടുമെന്നുള്ളതാണ്. സത്യസന്ധമായി ജീവിക്കുന്ന ഒരുവന് ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടാകും. എന്നാൽ രഹസ്യമായ ഒരു ജീവിതം നയിക്കുന്ന ഒരാൾക്ക് എപ്പോഴും കുറ്റബോധവും ഭയവും ഉണ്ടാകും. തൻ്റെ രഹസ്യം പുറത്തറിയുമോ എന്നുള്ള ഭയം അവനെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇത് അവനിലെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുന്നു. എപ്പോഴും ഒളിച്ചും പാത്തും ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിൽ അവൻ്റെ മനസ്സ് ദുർബലമാകും. ജീവിതത്തിലെ മറ്റു കാര്യങ്ങളിൽ പോലും അവന് ശ്രദ്ധിക്കുവാൻ കഴിയുകയില്ല. ഇതവനിലെ കഴിവുകളെയും താല്പര്യങ്ങളെയും നശിപ്പിക്കും. ആറാമതായി അക്രമത്തിലേക്കും വഴക്കുകളിലേക്കും നയിക്കുന്നു. വിവാഹബന്ധത്തിൽ വിശ്വാസവഞ്ചന ഉണ്ടാകുമ്പോൾ അത് കടുത്ത വൈകാരിക പ്രകോപനങ്ങൾക്ക് കാരണമാകും. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്കുകൾ പലപ്പോഴും വാക്കേറ്റങ്ങളിൽ ഒതുങ്ങാതെ ശാരീരികമായ ആക്രമണങ്ങളിലേക്ക് നയിച്ചേക്കാം. ചാണക്യന്റെ അഭിപ്രായത്തിൽ കോപവും അക്രമാസക്തമായ സ്വഭാവവും കുടുംബത്തിൽ അശാന്തിക്കും സമാധാനമില്ലായ്മയും സൃഷ്ടിക്കും. ഈ സാഹചര്യം ഒരുപക്ഷെ കൊലപാതകത്തിൽ പോലും കലാശിച്ചേക്കാം. സ്നേഹവും സമാധാനവും നിറഞ്ഞു നിൽക്കേണ്ട ഒരു കുടുംബം വൈരാഗ്യത്തിൻ്റെയും ശത്രുതയുടെയും കേന്ദ്രമായി മാറും. ഏഴാമതായി കുട്ടികളുടെ ഭാവിയെ ദോഷകരമായി ബാധിക്കുന്നു. ഒരു കുടുംബത്തിൻ്റെ തകർച്ച ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അതിലെ നിഷ്കളങ്കരായ കുട്ടികളെയാണ്. മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്കുകളും വേർപിരിയലും കുട്ടികളുടെ മാനസികാരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്നു. അവർക്ക് സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥ അനുഭവപ്പെടും. പഠനത്തിൽ ശ്രദ്ധിക്കാനോ സന്തോഷത്തോടെ കളിച്ചു ചിരിക്കാനോ അവർക്ക് കഴിയുകയില്ല. ഭാവിയിൽ ദാമ്പത്യ ബന്ധങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെടാനും തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനും ഇത് കാരണമായി തീരും. ചാണക്യന്റെ കാഴ്ചപ്പാടിൽ ഒരുവന്റെ തെറ്റ് അവന്റെ തലമുറകളെ പോലും ബാധിക്കും. എട്ടാമതായി രോഗങ്ങൾക്കുള്ള സാധ്യത വർദ്ധിക്കുന്നു. ചാണക്യൻ ആരോഗ്യത്തിനും ശുചിത്വത്തിനും വലിയ പ്രാധാന്യം നൽകിയിരുന്നു. അവിഹിത ബന്ധങ്ങൾ അനാരോഗ്യകരമായ ജീവിത രീതിയിലേക്കും ലൈംഗിക രോഗങ്ങളിലേക്കും നയിക്കും. ഒരു വ്യക്തിയിൽ നിന്ന് പങ്കാളിയിലേക്ക് രോഗം പടരുന്നത് ഒരു കുടുംബത്തിൻ്റെ ആരോഗ്യത്തെ പൂർണ്ണമായി ബാധിക്കും. രോഗങ്ങൾ കാരണം ഒരു കുടുംബം സാമ്പത്തികമായും മാനസികമായും തകർന്നു പോയേക്കാം. ഈ ദുശീലം ഒരു വ്യക്തിയുടെ ശരീരത്തെയും ആത്മാവിനെയും രോഗിയാക്കുന്നു. ഒൻപതാമതായി ദൈവകോപത്തിന് പാത്രമാകും. ധാർമ്മികതയ്ക്കും നന്മയ്ക്കും വലിയ പ്രാധാന്യം നൽകിയ ചാണക്യൻ പരസ്ത്രീഗമനം പോലുള്ള പ്രവൃത്തികൾ ദൈവകോപത്തിന് കാരണമാകുമെന്ന് വിശ്വസിച്ചിരുന്നു. ധർമ്മവിരുദ്ധമായ ഈ പ്രവൃത്തി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ ഉണ്ടാക്കുമെന്നും അവന്റെ എല്ലാ പ്രവൃത്തികളും പരാജയപ്പെടുമെന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഭക്തിയും വിശ്വാസവുമുള്ള ഒരുവൻ ഒരിക്കലും തെറ്റായ വഴിയിൽ സഞ്ചരിക്കുകയില്ല. കുടുംബം എന്നത് വെറുമൊരു കൂട്ടായ്മയല്ല, മറിച്ച് തലമുറകളിലേക്ക് പകർന്നു നൽകേണ്ട സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും ഒരു വെളിച്ചമാണ്. ദാമ്പത്യം ഒരു ഉടമ്പടിയാണ്. അതിനെ തകർക്കാനുള്ള യാതൊരു അവകാശവും ആർക്കുമില്ല. ദമ്പതികൾക്കിടയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒട്ടും അഭികാമ്യമല്ല. കാരണം ദാമ്പത്യ ബന്ധത്തിലെ വിള്ളലുകൾ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തെ സാരമായി ബാധിക്കും. അവർക്ക് മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കേണ്ട സ്നേഹവും സുരക്ഷിതത്വവും ഇല്ലാതാകുന്നു. ഇത് ഭാവിയിൽ അവരെ തെറ്റായ വഴിയിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങളെയും പരസ്പരം സംസാരിച്ച് മനസ്സിലാക്കി പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ ദമ്പതികൾക്ക് സാധിക്കണം. പരസ്പരം താങ്ങും തണലുമായി നിലകൊള്ളുകയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ച് നല്ലൊരു സമൂഹത്തിന് മാതൃകയായി മാറുകയും ചെയ്യേണ്ടത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ്. അവസാനമായി ഓർക്കുക, ചാണക്യൻ ചൂണ്ടിക്കാണിച്ച ഈ ദോഷങ്ങൾ വെറും ഉപദേശങ്ങൾ മാത്രമല്ല, മറിച്ച് ഒരു വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള മാർഗദർശികളാണ്. പരസ്ത്രീഗമനം പോലുള്ള ഒരു ദുശീലം ഒരു നിമിഷത്തെ സന്തോഷം നൽകിയേക്കാമെങ്കിലും അത് വരുത്തിവെക്കുന്ന ദുരന്തങ്ങൾ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നതാണ്. ദാമ്പത്യ ബന്ധത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുക.
അത് നിങ്ങളുടെയും നിങ്ങളുടെ തലമുറകളുടെയും സന്തോഷത്തിന് അനിവാര്യമാണ്. സത്യസന്ധതയും ധാർമ്മികതയും മുറുകെ പിടിച്ച് പരസ്പരം മനസ്സിലാക്കി ജീവിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ സന്തോഷവും സമാധാനവും കണ്ടെത്താൻ സാധിക്കൂ. വില്ലേജ് ലൈറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.